കുട്ടനാടിന്റെ മിത്തുകളും ചരിത്രങ്ങളും ഇന്ത്യൻ സാഹിത്യ ലോകത്ത് അടയാളപ്പെടുത്തിയ മീശയ്ക്ക് തിരുവിതാംകൂർ ദിവാൻ ഭരണം മുതലുള്ള കേരളീയ ജീവിതത്തെ പുനർനിർമ്മിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഓഗസ്റ്റ് 17 ശേഷമുള്ള എസ് ഹരീഷ് സാറിന്റെ നോവലാണ് പട്ടുനൂൽപ്പുഴു. ചില കുട്ടികൾ സൗഹൃദങ്ങളിലൂടെയല്ല ഏകാന്തതയിലൂടെയാണ് വളരാറ്. പട്ടുനൂൽപ്പുഴു സംസാരിക്കുന്നതും അങ്ങനെ ഒരു കുട്ടിയുടെ കഥയാണ്. 13 വയസ്സുകാരനായ സാംസയുടെ ലോകത്തിലേക്ക് എസ് ഹരീഷ് സാറിന്റെ അക്ഷരങ്ങൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. സാംസ തികച്ചും വ്യത്യസ്തനാണ്. അവന്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾക്കുണ്ടാവുന്ന ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാലിശ്യമായ ശാഠ്യങ്ങളും ഒന്നും അവനില്ല. അവൻ ജീവിക്കുന്നതും മുന്നോട്ട് പോകുന്നതും അവന്റെ തന്നെ ഭാവനകളിലും ഏകാന്തതയിലും ഓർമ്മകളിലുമാണ്. സാംസക്ക് സുഹൃത്തുക്കൾ ഇല്ല എന്ന് തീർത്തും പറയാനാവില്ല. വിരലിൽ എണ്ണാവുന്ന ചുരുക്കം ചില സുഹൃത്തുക്കൾ അവനുമുണ്ട്. വളർത്തുനായായ ഇലു, നാട്ടുകാർ പ്രാന്തൻ പട്ടം ചാർത്തിക്കൊടുത്ത സ്റ്റീഫൻ, വായനശാലയിലെ മാർക്ക് സാർ, പിന്നെ അവൻ തന്നെ ഭാവനയിൽ സൃഷ്ടിച്ച അവന് മാത്രം കാണാനും സംസാരിക്കാനും സാധിക്കുന്ന മരിച്ചുപോയ പെൺകുട്ടിയായ നടാഷ. അങ്ങനെ വളരെ ചുരുക്കം പേർ. കഥ തുടങ്ങുന്നതും മുന്നോട്ട് പോകുന്നതും സാംസയുടെ കാഴ്ചപ്പാടിലൂടെയാണ്. നമ്മൾ പോലും അറിയാതെ ആദ്യ പേജ് മുതൽ നമ്മളും അവനോടൊപ്പം അവന്റെ ചിന്തകൾക്കൊപ്പം സഞ്ചരിക്കുന്നു. എന്നാൽ ഇടയ്ക്ക് എപ്പോഴോ എവിടെ വെച്ചോ കഥ സാംസയുടെ മാതാപിതാക്കളായ ആനിയിലേക്കും വിജയനിലേക്കും വഴിമാറുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും തോറ്റുപോയൊരു വ്യക്തിയാണ് വിജയൻ. അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ ജനിച്ചിട്ടും ജീവിതത്തിൽ വിജയിച്ചു കാണിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് ബിസിനസ്സുകളായിരുന്നു. കൈവച്ച ബിസിനസ്സുകളെല്ലാം പരാജയപ്പെട്ടപ്പോൾ ഒരിക്കലും ഉയർത്തെഴുന്നേക്കാൻ സാധിക്കാത്ത വിധം അദ്ദേഹം വീണുപോയിരുന്നു. എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയിരുന്നു. എന്നാൽ അദ്ദേഹം ജീവിതത്തിൽ എടുത്ത ഒരു തീരുമാനം ശരിയായിരുന്നു, ആനി. വിജയന്റെ ജീവിതം എന്തായിത്തീരുമെന്ന് ഏറെക്കുറെ ധാരണയുണ്ടായിരുന്ന ആനി വിജയന്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത തീരുമാനത്തെ ബഹുമാനപൂർവ്വമല്ലാതെ നമുക്ക് നോക്കിക്കാണാനാവില്ല. അന്ന് ടൗണിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് വിജയൻ നടത്തിയ വിവാഹാഭ്യർത്ഥനയ്ക്ക് ആനി സമ്മതം മൂളിയ ആ നിമിഷം മുതൽ നമ്മളും തിരിച്ചറിയുന്നു പട്ടുനൂൽപ്പുഴു അവരുടെ കൂടെ കഥയായിരുന്നുവെന്ന്. സാംസയുടെ ഭാവനയിൽ മാത്രം രൂപം കൊണ്ട, അവന് മാത്രം കാണാനും സംസാരിക്കാനും സാധിക്കുന്ന മരിച്ചുപോയ പെൺകുട്ടി നടാഷ. അവൾ ആരായിരുന്നു, എന്തായിരുന്നു എന്ന് വ്യക്തമായ ഉത്തരം നൽകിക്കൊണ്ടാണ് എഴുത്തുകാരൻ പട്ടുനൂൽപ്പുഴു അവസാനിപ്പിക്കുന്നത്. മലയാള നോവലുകൾ സ്നേഹിക്കുന്നവർ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഐറ്റം. അതാണ് DC ബുക്സ് പബ്ലിഷ് ചെയ്ത് എസ് ഹരീഷ് സാർ എഴുതിയ പട്ടുനൂൽപ്പുഴു. വായിക്കാത്തവർ വായിക്കുക.